എടാ ഇനി ഒരു ജോലി കിട്ടാതെ പാടാ. വീട്ടിലാണെങ്കിൽ മൊത്തം പ്രശ്നങ്ങളാ. ചോറ് പോലും തരുന്നില്ല, കയ്യിലാണെങ്കിൽ എൻ്റെ പൈസ ഇല്ല. കിട്ടാഞ്ഞിട്ടല്ലേ, പോയിട്ടല്ലേ? 3 പേർക്ക് ഒരുമിച്ച് ജോലി വേണം. ആരും ഫലിക്കുന്ന ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടം നടക്കാൻ വേണം. പിന്നെങ്ങനെ? നിർത്ത്. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അല്ലെങ്കിൽ ജോലിയുള്ളതിന്റെ ഒരു അഹങ്കാരം നിനക്കുണ്ട്. നന്നാവൂല, നീ ഒന്നും ഒരിക്കലും നന്നാവൂല. നിനക്ക് 5ന്റെ പൈസ ഒന്നും വരികണ്ട. ഓ അത് ഞങ്ങളങ്ങ് സഹിച്ച് സാറ് പോണം. നീ എന്തോന്ന് ആലോചിക്കണത്? അല്ലടാ, ഭയങ്കര വിശപ്പ്. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? കഴിക്കണം. ശാപം. എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കണം, എന്നിട്ടങ്ങ് സൂഹിക്കണം. എന്താ പണിയപ്പറ്റി വരുന്നുണ്ട്. ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് വർക്ക്? നല്ല കാശ് കിട്ടുന്ന വർക്കാ. ഒരു സാധനം ഒരു സ്ഥലം വരെ എത്തിക്കണം. എന്തോന്ന്? സാധനം കഞ്ചാവാ. നിനക്ക് എന്തോന്റെ കഴപ്പ്? അതും കഞ്ചാവ് കൊടുത്താൻ പോണു. നീ പോടാ, കാശ് കിട്ടൂല, നമുക്ക് എന്ത് വേണോ ചെയ്യാം. എന്നാ ഞാനും. എന്നാവാ, നമുക്കിപ്പോ തന്നെ പോവാം. വേണ്ടടേ, ഞാൻ പറഞ്ഞ കേക്ക്, പോകല്ലേ? സൈമൻ ചേട്ടാ, ചേട്ടോ, സുബ്രോ, സൂക്ഷിക്കണം. സാറേ, അവന്മാര് വശപശ കാണല്ലേ? വണ്ടിയിട്. വേഗം വേഗം. എന്തോന്നാ കാണിക്കണത്? എന്താ എന്റെ കയ്യില്? നോക്കിയേ, ഒന്നല്ലേ നോക്കിയേ. എന്താ പേര്? സാർ ദീപു. വീടാ ഇവിടെ അടുത്താണ് സാർ. എന്റെടാ സാറേ, ഇത് കഞ്ചാവാ. ആഹാ, അപ്പം ബിസിനസ്സുകാരാണല്ലേ? വേറെ ഉണ്ടാടേ? എല്ലാത്തിനും കാരണം നീയാണ്. ഞാനാ? ഞാൻ നിങ്ങളോട് അടുത്തും ചോദിച്ചിട്ടല്ലേ ചെയ്ത്? നിങ്ങളെല്ലാവരും അപ്പൊ സമ്മതിച്ചല്ലേ? ഇപ്പൊ ഞാൻ മാത്രം. അപ്പോഴേ അവൻ പറഞ്ഞതാണ് പോവല്ലേ എന്ന്. അവൻ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇങ്ങോട്ട് എണീറ്റ് വാടാ. സാറേ, യവനാ എന്തിനാ? ഇവനാ നമ്മളെ കണ്ണും പട്ടിച്ച് കഞ്ചാവ് സമയം മാറിക്കാ. നീ